ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ചെറിയൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ചേർത്ത് സവാളയും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാൻ ഇത് മിക്കവാറും കുക്കറിലാണ് കേട്ടോ മിക്കപ്പോഴും ചെയ്യുന്നത്. ഇന്ന് പിന്നെ എനിക്ക് സമയമുണ്ട്, പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കരുതി കടായിലാക്കാം. പിന്നെ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റും തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഫേസ് ഒന്നും കാണിച്ചു തുടങ്ങാത്തത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചാനലിനെ പറ്റിയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം എൻ്റെ തന്നെ അടുത്തുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫേസൊക്കെ കാണിക്കുക, അല്ലാതെ വലിയ സംഭവമാക്കി വെച്ചിരിക്കുന്നതൊന്നും അല്ല കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കിട്ടിയില്ല. അപ്പോൾ അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ 3 പൊടിയും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുക. ഞാനിതിൽ ഇന്നത്തെ ചിക്കൻ കറിയിൽ ചിക്കൻ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറും വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് തക്കാളിയും മല്ലിയിലയും കൂടിയാണ്. തക്കാളി മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, വാടക വീടാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ എടുത്ത് തരാനൊന്നും എനിക്ക് ആരുമില്ല. ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ തന്നെ ചാരിയൊക്കെ വെച്ച് മോൻ്റെയിൽ കൊടുത്ത് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. പതിയെ നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം, അങ്ങനെയല്ലേ? പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നാണ്. അപ്പം പതിയെ എല്ലാം സെറ്റാക്കി എടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ വേറൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ഉപ്പും കൂടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. എൻ്റെ അനിയൻ്റെയൊക്കെ ചെറുതിൽ ഉമ്മച്ചി മിക്കവാറും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴെല്ലാം ഉരുളക്കിഴങ്ങ് കൂടി ഇടും കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ചിക്കൻ തരാനുള്ള ഒരു കുറവാണോ എന്താണെന്ന് അറിയില്ല, ഉമ്മച്ചി ഇവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് എന്തോ അതിന് ശേഷം ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. എപ്പോഴും ഒന്നും ചേർക്കില്ല, മിക്കവാറും ചേർക്കും, പക്ഷെ മക്കളും കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ മൂടി വെച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, ഗരം മസാല ചേർത്തിട്ടില്ല. അപ്പം ഗരം മസാല ഒരു 1/2 സ്പൂണും കുറച്ച് ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ പറ്റാത്തത്. പതിയെ എനിക്കെല്ലാം ശരിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങളും കൂടെ കാണുമെന്ന് കരുതുന്നു. പിന്നെ എല്ലാവരും ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോകളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴാണല്ലോ സന്തോഷമാവുന്നത്. അധികം പേരൊന്നും കണ്ടിട്ടില്ല, അത് കൂടി 4 പേരും കണ്ടേ ആയിട്ടുള്ളൂ. പതിയെ എല്ലാം ശരിയാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ കരുതി ചിക്കൻ അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് ഒരു തോരനും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ അതിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം, ഇവിടെ ഞാൻ ബീട്രൂട്ടും ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ 2 കുട്ടീസിനും ഒത്തിരി ഇഷ്ടമുള്ള വെജിറ്റബിളാണ്. അവർക്ക് രണ്ടുപേരും ഏകദേശം കഴിക്കും. മൂത്ത ആൾക്ക് മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുഴപ്പമില്ലാതായിട്ടുണ്ട്. അവൻ്റെ സ്കൂളിൽ മീനൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറി പതിയെ അവൻ ഓക്കെ ആയി ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ് കൊടുത്തു വിടണമെന്നൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും കൂടി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പും പിന്നെ തേങ്ങ അരപ്പായിട്ട് ചേർക്കുന്നത് വെളുത്തുള്ളി, ഒരല്പം ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പ്രധാന സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഉടംകൊല്ലി എന്ന് പറയും. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഉടംകൊല്ലി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണെന്നാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. മണമുള്ള മുളകില്ലേ, ഒരു ഉണ്ടമുളക് മണമുള്ള ആ മുളകും കൂടി ഇട്ട് ചതച്ചിട്ട് ആണ് ചേർക്കുന്നത്. ഒരല്പം 2-3 കറിവേപ്പില ഇലയും കൂടി ചേർത്ത് ചതച്ചിട്ട് അരപ്പും കൂടി ഇട്ട് ഞാൻ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതിൽ നിന്നുള്ള ഒരു ഈർപ്പവും ആവിയൊക്കെ കൊണ്ടിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ആവിയിൽ വെള്ളമൊന്നും ചേർക്കാതെ തോരൻ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ മൂടി വെച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ചാനൽ എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറയുകയാണ്. ഞാൻ അങ്ങനെ ഇതുവരെയും ഫ്രണ്ട്സിൻ്റെയോടോ മറ്റ് ഫാമിലിയുടെ ആരെടുത്തും ഇങ്ങനൊരു ചാനലുണ്ടെന്നോ ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നോ പറഞ്ഞിട്ടില്ല. ഇവിടെ ഉമ്മച്ചിക്കും മക്കൾക്കും മാത്രമേ അറിയാവൂ. ഒരു 5 വീഡിയോ എങ്കിലും കഴിഞ്ഞതിന് ശേഷം പതിയെ എല്ലായിടത്തും പറയാമെന്നും പറഞ്ഞ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ തോരനായിട്ടുണ്ട്. വീഡിയോയിലായിട്ടില്ല, എൻ്റെ വർത്തമാനം മാത്രമാണ് വീഡിയോയ്ക്ക് മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നെന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോടാ, എൻ്റെ ഭാഷ തന്നെ മാറിപ്പോയി. വേറെ ഏതൊക്കെയോ ജില്ലയിലും നാട്ടിലും ഒക്കെ പോകുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ള ലാസ്റ്റ് ചേർത്തിട്ട് എൻ്റെ കുട്ടിമണീസ് കഴിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്. ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്താൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ടാറ്റാ.